പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ന് ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഇപ്പോൾ പണി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ ദേശീയപാതയുടെ 45 മീറ്ററിനുള്ള ആകാശ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ TV പ്രേക്ഷകർക്ക് നൽകുകയാണ്. വലിയ മാറ്റം വരാൻ പോകുന്നു. അതിൽ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ 60,000 കോടി രൂപയുടെ ധനസഹായമുണ്ട്. ആ പദ്ധതി വളരെ വേഗത്തിൽ നമുക്ക് നൽകിയ നിതിൻ ഗഡ്കരിയുടെ വലിയ എഫേർട്ട് അതിന് പിന്നിലുണ്ട്. അദ്ദേഹത്തിന്റെ സംഭാവന നമ്മൾ ഈ സമയത്ത് എടുത്തു തന്നെ പറയണം. വിഴിഞ്ഞത്ത് നിന്ന് ഒരു ട്രക്ക് പുറപ്പെട്ടാൽ അത് കോഴിക്കോടേക്ക് എത്താൻ ഇനി 5-6 മണിക്കൂർ മാത്രം മതി എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിവേഗം മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കാൻ പോകുന്ന ഒരു നാടായിട്ട് നമ്മൾ മാറാൻ പോവുകയാണ്. മലപ്പുറം ജില്ലയിൽ വരെ എത്തുന്നതിനുള്ള റീച്ചുകൾ അവസാന ഘട്ടത്തിലാണ്. കാസർഗോഡ് ജില്ലയിലും അതുപോലെ കണ്ണൂരിലെ 2 റീച്ചുകൾ, മുഴപ്പിലങ്ങാട് മുതൽ കാലിക്കടവ് വരെ, കാലിക്കടവ് മുതൽ തളിപ്പറമ്പ് വരെയുള്ള 2 റീച്ചുകൾ, കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ രാമനാട്ടുകര, വെങ്ങളം ടു മാഹി 2 റീച്ചുകൾ, അതുപോലെ മലപ്പുറം ജില്ലയിൽ, ഇങ്ങനെ ഓരോ ജില്ലയിലുമുള്ള, മലബാറിലെ മുഴുവൻ ജില്ലകളിലുമുള്ള റീച്ചുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. മലപ്പുറം ജില്ലയൊക്കെ കടക്കാൻ 55 മിനിറ്റ് മാത്രം മതി. അതുപോലെ ഓരോ ജില്ലയിലും ഈ രീതിയിലുള്ള ഒരു വളരെ വികസനമുള്ള പാതകൾ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. മാഹി പാലം ഒക്കെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പാലങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ 1-2 പാലങ്ങൾക്ക് 5 വരി മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു പരാതിയുണ്ട്. ബാക്കി എല്ലാം പാലങ്ങളും 6 വരിയും 8 വരിയാണ്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ 8 വരി പാത സുസജ്ജമായി കഴിഞ്ഞു.